ബൈബിളിനെ സംബന്ധിച്ച് ചില പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, മനുഷ്യൻ എന്നുണ്ടായി എന്ന് ഞാനൊന്ന് വിലയിരുത്തുകയാണ്. അതായത് ഞാൻ KCBCയുടെ ബൈബിള് പഠിച്ചിട്ട് ആദം മുതൽ എബ്രഹാം മുതൽ യേശു വരെയും ഉള്ളവരുടെ കാലഘട്ടം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആദമിന് ഇത്ര വയസ്സായപ്പോൾ മകൻ ജനിച്ചു, മകന് സേത്ത് ജനിച്ചു, സേത്തിന് ഇത്ര ആയപ്പം സേത്തിൻ്റെ മകൻ ജനിച്ചു, ആ മകൻ ഇത്ര ആയപ്പോൾ ഇങ്ങനെ ജനിച്ചു. ഇങ്ങനെ എബ്രഹാം വരെയുള്ളവരുടെയും യേശു വരെയുള്ളവരുടെയും വയസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവയെല്ലാം കൂടെ കൂട്ടിയെടുത്ത് ഞാൻ പിന്നെ ക്രിസ്തുവിൻ്റെ ഇപ്പോൾ 2026 വർഷവും ഇങ്ങനെ കൂട്ടിയെടുത്തിട്ട് 5873 വർഷം മുമ്പാണ് പ്രപഞ്ചം ഉണ്ടാക്കി അതിൽ മനുഷ്യനെ യഹോവ ആദമിനെ സൃഷ്ടിച്ചതെന്ന് ഞാൻ കണക്ക് കൂട്ടി അനവധി തവണ പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ അയമാത്മ ബ്രഹ്മ എന്ന എൻ്റെ യൂട്യൂബ് ചാനലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴേ ഈ അടുത്ത സമയത്ത് എനിക്കൊരു പുതിയ കണക്ക് കിട്ടി. ഈ കണക്കുകൾ ഒരിക്കലും തിരുത്താൻ സാധിക്കില്ല, ഇവരുടെ കണക്കുകൾ. കാരണം അത് ആയിരക്കണക്കിന് കോടിക്കണക്കിന് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് ലോകമെമ്പാടും അനവധി ഭാഷകളിൽ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് അത്ര പെട്ടെന്ന് തിരുത്താനില്ല. അതിലവരൊരു പുതിയ മാർഗം കണ്ടുപിടിച്ചു. പുതിയ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ആദം പതിച്ചതെന്നാണ്. ആദം പതിച്ചതിന് ശേഷമാണല്ലോ മക്കൾ ഉണ്ടാകുന്നത്. ആദത്തിന് ജനിച്ചത് അപ്പോഴേ അവർക്ക് എത്ര വേണമെങ്കിലും എത്ര 1000 കോടി വേണമെങ്കിലും പിന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കാരണം ആദം വിലക്കപ്പെട്ട കന്നി ഭക്ഷിച്ച് പതിച്ചത്, അതായത് ധാർമ്മികമായി പതിച്ചത്, മനുഷ്യൻ മാനുഷിക വികാരങ്ങളോടുകൂടി ഭൂമിയിൽ വീണത് BC 5706 അപ്പം അതിന് ശേഷമാണ് മക്കൾ ഉണ്ടാകുന്നത്. ആ പഴം കഴിച്ചപ്പോഴാണ് തങ്ങൾ നഗ്നരാണെന്നും തങ്ങൾക്ക് വികാരങ്ങളുണ്ടെന്നും കാര്യമൊക്കെ മനസ്സിലാകുന്നത്. പിന്നീടാണ് അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് സേത്തും കായേനും ആബേലും ജനിക്കുന്നത്. പിന്നീടാണ് സേത്ത് ജനിക്കുന്നത്. സേത്തിൻ്റെ പരമ്പരയാണ് ഇപ്പോൾ കാണുന്ന ജനങ്ങളിലെല്ലാം എന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആദം പതിച്ചതിന് ശേഷമാണ് മക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എന്നാണെന്ന് നിങ്ങൾ ചോദിച്ചാലേ കോടിക്കണക്കിന് വർഷങ്ങൾ മുമ്പെന്ന് പറയും. ഇങ്ങനെ അവരൊരു പുതിയ കാരണം പ്രപഞ്ചത്തിൻ്റെ കണക്കുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളാണെന്ന് പാശ്ചാത്യർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവൾ ക്രിസ്തുമതം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളിയിൽ പോകാൻ ആളില്ല, പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ആളില്ല. പക്ഷേ ഏഷ്യൻ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇന്ന് ഇഷ്ടം പോലെ വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതെങ്ങനെ വളർന്നു വെച്ചാൽ അമേരിക്കൻ സാമ്രാജ്യവാദത്തിൻ്റെ ധനമൊഴുക്കി അവരുടെ അടിമകളെ സൃഷ്ടിക്കുന്നു. അവർക്ക് വേണ്ടി പണിയെടുക്കുവാൻ, അമേരിക്കയ്ക്ക് വേണ്ടി പണിയെടുക്കുവാൻ ലോകത്തെമ്പാടും സൃഷ്ടിക്കുന്ന ഒരു പ്രസ്ഥാനം മാത്രമാണ് ക്രിസ്തുമതം. യൂറോപ്പിലോ പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ക്രിസ്തുമതം ഇന്ന് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇവരെ ഈ ഒരു പുതിയ കണക്ക് കണ്ടെടുത്തപ്പോഴും അപ്പം ലോക ജനത ഉണ്ടായിട്ട് 5706 വർഷമേ ആയിട്ടുള്ളൂ. BC 5700 പിന്നെ 2026. അപ്പോൾ 5 × 2 7000 വർഷം മുമ്പാണ് ജനങ്ങളുടെ ഉൽപ്പത്തി ഉണ്ടായത് എന്ന് പറയുന്നു. പക്ഷെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രരേഖകൾ ഒരിക്കൽ തമിഴ്നാട്ടിൽ നിന്നൊരു അസ്ഥികൂടം കണ്ടെടുത്തു. 50,000 വർഷം പഴക്കമുള്ള ഒരു മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെടുത്തു. പത്രം ഇപ്പോഴും അതിന്റെ കട്ടിങ് ഞാൻ അന്ന് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യവംശം ഉണ്ടായത് ബൈബിൾ പ്രകാരം ഈ പുതിയ കണക്കനുസരിച്ച്, ഈ തട്ടിപ്പുകാരുടെ കണക്കനുസരിച്ച് 5706, അധികം 2026, 7000 വർഷം ആകുള്ളൂ. ആകെ അവരുടെ കണക്കനുസരിച്ച് 5800 ആയിട്ടുള്ള ലോകം ഉണ്ടായിട്ട് എന്നാണ് ബൈബിളിലെ ആദ്യത്തെ കണക്ക്. ഈ
തിയറികളൊക്കെ എങ്ങനെ ഈ ബൈബിളിൽ കുത്തിക്കയറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഈ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ വന്നതിന് ശേഷം ഭാരതത്തിന്റെ ചരിത്രം അവർ എഴുതാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ എഴുതുമ്പോഴാണ് ഈ കോടിക്കണക്കിന് വർഷങ്ങൾക്ക്, ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പുള്ള രാമായണ മഹാഭാരത ആദി കാലങ്ങളെ കുറിച്ച് മനസ്സിലാകുന്നത്. ഇന്ന് മഹാഭാരത കാലഘട്ടം ഏതാണ്ട് BC 5561 7000 വർഷം മുമ്പ് തന്നെ. രാമായണ കാലഘട്ടമാണെങ്കിൽ 14,000 വർഷം മുമ്പ് 12,209 BC ക്രിസ്തുവിന് മുമ്പ്. ഋഗ്വേദത്തിന്റെ കണക്ക് പറയുന്ന, രചനയുടെ കണക്ക് പറയുന്നത് അതുണ്ടായിട്ട് നമ്മൾ ഈ ഭാരതീയര് പറയുന്നതല്ല, സായിപ്പ് തന്നെ പറയുന്നത്. പ്രൊഫസർ ടോക്കിന്റെ അദ്ദേഹത്തിന്റെ നിഗമനം 21,000 വർഷം മുമ്പ് BC. അപ്പൊ 21, 2, 23 വർഷം, 23,000 വർഷം മുമ്പ്. BC 21,000 വർഷം ആണ് ഋഗ്വേദത്തിന്റെ കാലഘട്ടം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ BC 23,026 വർഷം മുമ്പാണ് എന്ന് സായിപ്പ് പറയുന്നു. അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞാലും ഈ പൊട്ടക്കണക്കുകളെല്ലാം യൂറോപ്യന്മാർ ഉപേക്ഷിച്ചു. അവർ ബൈബിളും ഒഴിഞ്ഞ് പള്ളികളെല്ലാം വിറ്റുകൊണ്ടിരിക്കുകയാണ്. ജിഹാദികൾക്ക് വാങ്ങിക്കുന്ന ഹരേ കൃഷ്ണ പ്രസ്ഥാനങ്ങൾ അനവധി പള്ളികൾ വാങ്ങിച്ച് ക്ഷേത്രങ്ങളാക്കിയിട്ടുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഈ ക്രിസ്തുമതം വളരുന്നതെന്ന്? വളരുന്നത് അമേരിക്കൻ സാമ്രാജ്യവാദത്തിന്റെ പണം ഒഴുക്കിയാണ് അവർക്ക് വേണ്ടി വേല ചെയ്യുന്ന, അവർക്ക് വേണ്ടി ഈ അഞ്ചാം പത്തികളെ സൃഷ്ടിക്കുകയാണ് ഇവിടെ ക്രിസ്തുമതം ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ പൈസ FCRA ഉപയോഗിച്ച് പൈസ നിരോധിക്കാനൊക്കെ പോകുന്നത്. അതുകൊണ്ടാണ്. ഇതാണ് വാസ്തവത്തിലുള്ള ചരിത്രം. ഇതാണ്.